നോക്കാം. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സത്യഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന സത്യഗ്രഹ സമരത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 5 മണി വരെയാണ് സമരം നീണ്ടു നിൽക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ വേദിയിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ MP-മാർ, ഇടതു മുന്നണി MP-മാരും അതുപോലെ തന്നെ MLA-മാരും ഒക്കെ തന്നെ ഇന്നത്തെ സത്യഗ്രഹ സമരത്തിൽ അണിനിരക്കുന്നുണ്ട്. വൈകിട്ട് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിൽ തന്നെ തുടരും എന്ന് തന്നെയാണ് അറിയുന്നത്. വിവിധ കാര്യങ്ങൾ കേന്ദ്രത്തിനെതിരെ, അതായത് കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സത്യഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. സേഫ് സൈൻ ലബ്ദീൻ വിവരങ്ങൾ നൽകും വേദിയിൽ നിന്ന്. സൈഫ, മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സത്യഗ്രഹ സമരം തുടങ്ങിയില്ലേ? ദിവ്യ, സത്യഗ്രഹ സമരം ആരംഭിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി മന്ത്രിമാർക്കും മാത്രമാണ് വേദിയിൽ സ്ഥലമുള്ളത്. അതിന് കൂടാതെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇടതുമുന്നണി കൺവീനറായ TP രാമകൃഷ്ണൻ, ഇത്രയും പേരാണ് ഈ വേദിയിലുള്ളത്. പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപിടി മറ്റ് നേതാക്കന്മാരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഈ സമര പരിപാടിയുടെ ഭാഗമായി മാറുകയാണ്. വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഡൽഹിയിൽ നേരത്തെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു സമരം നടത്തിയിരുന്നു. പക്ഷേ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു സമരം നടത്തുമ്പോൾ അന്ന് ആ സമര മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിന് പിന്നാലെ ഇപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം ആണ് ഇവിടെ വീണ്ടും ഒരു സത്യഗ്രഹ സമരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. തനത് വരുമാനം കണ്ടെത്താൻ വേണ്ടി കേരളം വലിയ രീതിയിലുള്ള നീക്കം നടത്തുമ്പോൾ അതിനെ പൂർണ്ണതോതിൽ അവഗണിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള കുറ്റപ്പെടുത്തലാണ് പ്രധാനമായും നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. KK ശൈലജ ടീച്ചർ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം നമ്മോട് കൂടി ചേരുന്നുണ്ട്. നമ്മൾ ഡൽഹിയിലെത്തി ഒരു സമരം നടത്തിയിരുന്നു. അത് കുറച്ച് വിജയം കണ്ടു. ഈ സമരം കൊണ്ട് കേന്ദ്ര സർക്കാർ കൂടുതൽ ആനുകൂല്യങ്ങൾ തരുമെന്ന് കരുതുന്നുണ്ടോ? ഞങ്ങളുടെ മുന്നിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. അപ്പോൾ ഇത് ജനങ്ങളുടെ പ്രതികരണമാണ്. ഞങ്ങളെല്ലാവരും ജനപ്രതിനിധികളാണ്. ഞങ്ങൾ ഓരോരുത്തരും ഈ സമരത്തിൽ ഇരിക്കുന്നത് ആ നിയോജക മണ്ഡലത്തിലെയും സംസ്ഥാനത്തിലെയും മുഴുവൻ ജനങ്ങളെ പ്രതിനിധീകരിച്ചാണ്. അപ്പോൾ ഇത്രയും ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോഴെങ്കിലും സംസ്ഥാനത്തിന് അർഹമായത് കേന്ദ്രം തരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന, അത് നമ്മൾ തുടർച്ചയായ സമരം നടത്തുകയാണ്. കേന്ദ്രം പക്ഷേ അവഗണന തുടരുകയാണ്. ഈ സമരപരിപാടിയല്ല നമ്മുടെ മുന്നിൽ മറ്റു മാർഗങ്ങളും ഇല്ല. അല്ല, മറ്റു മാർഗങ്ങളും നമ്മൾ തേടിയിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ് പോയിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ സമരവും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധം തന്നെയാണ് ദില്ലി സമരം. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ആളുകൾ മാത്രമല്ലല്ലോ, ദില്ലിയിൽ നിന്നും അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഇതിനോട് താല്പര്യമുള്ള, കേന്ദ്ര ഗവൺമെൻറ് അവഗണനയ്ക്കെതിരായി പ്രതിഷേധിക്കാൻ താല്പര്യമുള്ള ആളുകളെല്ലാം ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ചില സംസ്ഥാന മുഖ്യമന്ത്രിമാർ തന്നെ ആ സമരത്തിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കടമെടുക്കാനുള്ള അവകാശം പോലും പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന ഒരു നടപടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ വല്ലാതെ അങ്ങ് ഞെരുക്കി നമ്മുടെ വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും തടഞ്ഞ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നൊരു നിലപാടാണ് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്നത്. അതിനെതിരായിട്ടുള്ള നമ്മുടെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധ മാർഗം എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനത്തെ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും സെൻറ്ററിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനും സഹായകരമായ തരത്തിലുള്ള ഇത്തരമൊരു സമരരൂപത്തിലേക്ക് വരുന്നത് എല്ലാം കൂടെ നല്ലത്. അതെ, കേന്ദ്രത്തിൻ്റെ അവഗണന തുടരുകയാണ്. അത് വലിയ രീതിയിലുള്ള അവഗണനയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി ഇവിടത്തേക്ക് എത്തിച്ചേരുകയും വിവിധ സമരപരിപാടികൾ, ഇതിൻ്റെ തുടർച്ചയെന്നോണം വിവിധ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സന്തോഷ് കുമാർ നമ്മോട് കൂടി ചേരുന്നുണ്ട്. വലിയ അവഗണന നമ്മൾ നേരിടുന്നുണ്ട്. പാർലമെൻറ്റിലടക്കം നമ്മളത് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമരം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, എപ്പോഴും ഉറച്ച പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാ സമരവും നടത്തുന്നത്. ഇപ്പോൾ ധനകാര്യമന്ത്രി കേരളത്തിൻ്റെ ആവശ്യങ്ങളടങ്ങിയ ഒരു 21,000 കോടി രൂപയുടെ പാക്കേജ് സമർപ്പിച്ചിട്ടുണ്ട്. ന്യായമായ ആവശ്യങ്ങളാണ്. ഇത് കേന്ദ്രത്തിന് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളല്ല. ഇപ്പോൾ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുക, നമ്മുടെ
ഈ ദേശീയ ഹൈവേക്ക് എടുത്തിരിക്കുന്ന തുകക്ക് കൂടി കണക്കായി വായ്പ എടുക്കാൻ അനുവദിക്കുക, അങ്ങനെ വളരെ ന്യായമായ വളരെ മിനിമമായ ചില ആവശ്യങ്ങളാണ്. അപ്പോൾ രാഷ്ട്രീയമായി ബോധപൂർവം കേരളത്തെ വേട്ടയാടുന്നത് കൊണ്ട് മാത്രമാണ് ഈ അവഗണന സംഭവിക്കുന്നത്. പക്ഷേ അതല്ലാതെ നമ്മളിപ്പോൾ വേറെ ലോകബാങ്കിൽ നിന്ന് കരെടുത്ത് തരണമെന്നോ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ആ സംവിധാനത്തെ മാനിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണം. അത് നിരന്തരമായി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നേരത്തെ നടത്തി, ഇന്ന് വീണ്ടും സമരം നടക്കുന്നു. ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ചുകൊണ്ട് കേരളത്തെ കൂടുതൽ ഞെരുക്കാനുള്ള ഒരു ഗൂഢപദ്ധതി കൂടി തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾ. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമരം ശക്തമായിട്ട് നടക്കുന്നത്. കേരളം തനത് വരുമാനം വർദ്ധിപ്പിച്ചിട്ടും നമുക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് തനത് വരുമാനം ഉണ്ടാക്കിയിട്ടും സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് വേണ്ട രീതിയിൽ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നുള്ള പരാതി പല ഘട്ടങ്ങളിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമരപരിപാടികളുടെ അധ്യക്ഷൻ ടി.പി. രാമകൃഷ്ണൻ അദ്ദേഹം സംസാരിക്കുകയാണ്. അതിന് പിന്നാലെ ഉദ്ഘാടന പ്രസംഗം നടക്കുകയും ചെയ്യും. ദിവ്യ, സമരം എന്ന് പറയുമ്പോൾ വൈകിട്ട് 5 മണി വരെയാണല്ലോ. അതുവരെ മുഖ്യമന്ത്രി മന്ത്രിമാരെല്ലാം വേദിയിൽ തന്നെ തുടരുമെന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? അതെ ദിവ്യ, രാവിലെ കിട്ടിയ അറിയിപ്പ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 5 മണി വരെ ഈ വേദിയിൽ തുടരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ കാതലായ പ്രശ്നങ്ങളാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം അത് സംസ്ഥാന സർക്കാർ നൽകണം എന്നുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ തനത് വരുമാനം വഴി ഉണ്ടാക്കിയെടുക്കുന്ന പണം മുഴുവൻ അതിൻ്റെ ഒരു വലിയ തുക അത് അപ്പുറത്തേക്ക് നൽകേണ്ടി വരുന്നു. അതുകൊണ്ട് സംസ്ഥാനം വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം സംസ്ഥാന സർക്കാർ നേരിടുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവുകയാണ്. നമുക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നുകൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയം. നമുക്ക് ടി.പി. രാമകൃഷ്ണൻ്റെ പ്രസംഗത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ദിവ്യ, യെസ്, ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.